അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയമാണ്. അത് സാറിനോട് ചോദിക്കാതെ പോകാൻ പറ്റില്ല. കാരണം ഒരു യുവ നേതാവ് എന്ന രീതിയിൽ വേറെ ആരോട് ചോദിച്ചില്ലെങ്കിൽ സാറിനോട് ചോദിച്ചാൽ പോകാൻ പറ്റും. യുവ നേതാവ് എന്ന രീതിയിൽ മാത്രമല്ല, ഇപ്പം യുവ നേതാക്കളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നേതാക്കളിൽ പെടുന്ന നേതാവ് എന്ന രീതിയിൽ സാറിനെ ചോദിക്കാൻ പറ്റില്ല. എന്താണ് അതിൻ്റെ അകത്ത് സാറിൻ്റെ നിലപാട്? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ മതം കയറി തുടങ്ങിയില്ലേ സാർ? മതം അനിവാര്യതയാണ്. മതം എന്ന് പറഞ്ഞത് ദൈവത്തിലേക്കുള്ള പാതയാണ്. ആ പാത കാണിച്ചു തരാനുള്ളതാണ് മതം. ആ പാത എത്തുമ്പോഴാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നത്. അതിൽ യാതൊരു സംശയമില്ല, മതം അനിവാര്യമാണ്. അത് അശോകന്റെ വാക്കുകളാണ് എനിക്ക് കടമെടുക്കാനുള്ളത്. മഹാനായ അശോകൻ പറഞ്ഞിരിക്കുന്നത്, ആരെങ്കിലും സ്വന്തം മതത്തെ പുകഴ്ത്തി കാണിക്കാൻ അല്ലെങ്കിൽ പൊക്കി കാണിക്കാൻ മറ്റൊരാളുടെ മതത്തെ ഇകഴ്ത്തി കാണിച്ചാൽ ആ വ്യക്തി അയാളുടെ സ്വന്തം മതത്തെയാണ് താഴ്ത്തി കാണിക്കുന്നത്. കറക്റ്റ്. പ്രതിപക്ഷ നേതാവ് ചെയ്യുന്ന ഏറ്റവും മികച്ച പ്രവർത്തനം തന്നെയാണ് അത് നടത്തുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ 100 മാർക്സ് ഞാൻ കൊടുക്കും. 100 മാർക്കും കൊടുക്കും. 100. അടുത്ത മുഖ്യമന്ത്രി ആണോന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ ഇറക്കി തിരിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് വേണ്ടെങ്കിൽ ഞങ്ങളില്ല. ഞങ്ങൾക്ക് ഇലക്ഷൻ ജയിച്ചിട്ടേലും കുഴപ്പമില്ല. സാറും എതിർ പാർട്ടിയിലെ യുവ നേതാക്കളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേതാവാണ്? എല്ലാവരും ഈ ഉത്തരവാണ്. അതിൻ്റെ ഒറ്റ വാക്കിലെ എല്ലാവരും ഇത് തന്നെ അപ്പു സാറും പറഞ്ഞത്. അവസാനം ഒരൊറ്റ ചോദ്യം കൂടി കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുക. എന്താ ചോദ്യം? എന്നാണ് വിവാഹം? എപ്പോൾ ഞങ്ങൾക്കൊരു ബിരിയാണി തരും? എന്തൊരു ഉത്തരവാണ്! അതിനേക്കാൾ നല്ലൊരു ഉത്തരം വേറെ ഇല്ല അല്ലേ? സാറ്, ഞാൻ ഇപ്പം സ്വാഭാവികമായിട്ടുള്ള ഒരു അടുത്ത ചോദ്യം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും? ഗവൺമെന്റ് വരട്ടെ, പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നുള്ളതാണ് എല്ലാവരും. ആരോട് ചോദിച്ചാലും അങ്ങനെയാണല്ലോ എല്ലാ പ്രാവശ്യം. ഞങ്ങൾക്ക് പുതിയൊരു കാര്യമല്ലത് അല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും എന്തായാലും പാർട്ടിയിൽ ഉണ്ടാവില്ല. ഈ ശശി തരൂർ വിഷയം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചർച്ചയല്ല, ഞങ്ങളിവിടെ ഇതൊന്നും എല്ലാം ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ് പോകല്ലേ? ചർച്ചയില്ല. ഞങ്ങളാരെങ്കിലും ഇവിടെ ആരെങ്കിലും ശശി തരൂരിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്? എനിക്കറിയില്ല. അതായത് നേതാക്കൾ ചർച്ച ചെയ്യുന്നില്ല, പക്ഷേ ജനങ്ങൾക്കിടയിൽ ചർച്ച. ഞാൻ 1200 വീട്ടിൽ പോയി, ഒരാൾ ഒരു ശശി തരൂരിന്റെ എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് സത്യം പറയാ, ഒരാൾ ഒരു ശശി തരൂരിന്റെ കാര്യം ചോദിച്ചിട്ടേ ഇല്ല. ആരാ ചോദിച്ചു? ഒരാൾ ചോദിച്ചു. ജനങ്ങളുടെ ചർച്ച ഉണ്ടെന്ന് ചോദിക്കണ്ടേ? ഞാനിവിടുത്തെ MLA അല്ലേ? അല്ല, എങ്കിൽ പോലും അത്തരത്തിൽ എന്താ പറയണ്ടേ, എന്തായാലും എൻ്റെ പേരും പറഞ്ഞു പോയല്ലോ, വിശ്വപൗരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കണ്ടേ കോൺഗ്രസ്? ഇതിൽ കൂടുതൽ എന്തോ ഉപയോഗിക്കാനാ സാർ? അങ്ങനെ പറയല്ലേ. അല്ല, ഫോറിൻ മിനിസ്റ്ററായിട്ട് അവസരം കൊടുത്തു. നമ്മുടെ ഏറ്റവും മികച്ച കമ്മിറ്റി അംഗമാണ്. എന്നിട്ട് ഉപയോഗിച്ചില്ല നിങ്ങൾ പറയുന്നത്? അല്ല, ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുന്നിൽ കാണിച്ചാൽ കുറച്ചും കൂടി സീറ്റ് കിട്ടും. നമുക്ക് ആ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരിക്കലും ഇല്ലല്ലോ. അല്ല, ഇല്ല, എങ്കിൽ പോലും അദ്ദേഹത്തെ കാണിച്ചാൽ കുറച്ചുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒരിക്കലും ഉണ്ടാവത്തുമില്ല. അല്ല, എങ്കിൽ പോലും ഞാൻ സാറിനോടൊരു നേരിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഇന്നിപ്പോൾ ഉള്ള നേതാക്കന്മാരിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു മുഖം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇല്ല, ഓക്കെ, മനസ്സിലായി. എങ്കിൽ പോലും 2011 ഒന്നല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറ്, ഇല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എന്നൊരു പേരുണ്ടായിരുന്നല്ലോ, അതുണ്ടായിരുന്നു. 2 പേരിൽ ഒരാൾ എന്നുള്ളൊരു ചോദ്യം. ഇപ്പം നിലവിൽ അങ്ങനെ 3, 4, 5 പേർ വന്ന് നിൽക്കുകയാണ്. അതാണ് നിലവിൽ UDFൻ്റെ ഏറ്റവും വലിയ പരാജയം എന്നാണ് പൊതുജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ഞാൻ അഭിപ്രായപ്പെടുന്നതല്ല കേട്ടോ, പൊതുജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. അതിൽ നിന്നും മാറ്റം വന്ന് ഏതെങ്കിലും ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വേണം എന്നാണ് പൊതുവെ പറയുന്നത്. അതിൻ്റെ അകത്തൊരു മാറ്റം വരണമെന്ന് സാറിന് തോന്നുന്നില്ലേ? തോന്നുന്നില്ല. എല്ലാത്തിനും സിമ്പിളായിട്ടുള്ള ഉത്തരവുള്ളൂ. സിമ്പിളാണ്. പാർട്ടി സമയത്ത് തീരുമാനം എടുക്കും. അത് തന്നെയാണ് ചിന്തിക്കുന്നത്. 3 പോയിന്റ് എന്തായാലും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കും. 3.0 അധികാരത്തിൽ തിരിച്ചു വരികയാണ്. അപ്പോൾ BJP CPM ഒരു ബാന്ധവത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ടും സാർ സംസാരിച്ചു. അതെന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഇവിടെയൊക്കെ നിലവിൽ അങ്ങനത്തെ ഒരു ബാന്ധവം കാണുന്നുണ്ടോ? പൊതുവെ അങ്ങനെ ചർച്ചയുണ്ടല്ലോ. ഉണ്ട്. അതായത് കോൺഗ്രസ് അധികാരത്തിൽ വരണ്ട, CPM ഒന്നുകൂടി തുടരട്ടെ, കോൺഗ്രസ് ഈ തവണയും കൂടി പരാജയപ്പെട്ടാൽ ആ 2ാം സ്ഥാനത്തേക്ക് BJPക്ക് കടന്നു വരാം എന്നുള്ളൊരു ചിന്തയാണോ അവരുടെ അതിൻ്റെ ഒരു പ്രേരകമായിട്ട് പ്രവർത്തിക്കുന്നത്? പൊതുവെ ചർച്ചയുണ്ട്. എനിക്കറിയില്ല. സാർ എന്തിനെങ്കിലുമൊക്കെ ഉത്തരം പറയുന്നത് ഞാൻ മാത്രം സംസാരിക്കുന്നു. അല്ല, എങ്കിൽ പോലും അല്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ബാന്ധവം സാറിന് തോന്നിയത്? സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നല്ലോ എത്ര വർഷം മാറ്റി വെച്ചു. തീർച്ചയായിട്ടും അതാണ്, അത് കൂടി കാര്യങ്ങളാണ് സാറിന് നമുക്ക് അറിയേണ്ടത്. എന്ത് പറയാനാ?
അതിൽ കൂടുതലെന്ന് പറയാൻ ഇതിൽ കൂടുതലൊരു എക്സാമ്പിൾ ഉണ്ട്. അപ്പോൾ പല കാര്യങ്ങളിലും അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവല്ലേ അത്. അത് CBI മാറ്റി വെക്കുന്നത്. അതെ 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 കോടതി പറഞ്ഞാൽ പോലും CBI മാറ്റുമ്പോൾ എന്ത് ചെയ്യും പറയും. അതെ 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 തീർച്ചയായിട്ടും. ഈ പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട് വീണ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ കേസും നിലവിൽ ഒന്നും ആയിട്ടില്ല. ബാക്കി എല്ലാവരുടെയും വീട്ടിൽ ഈട് കയറി ഇറങ്ങുക. പിണറായി വിജയൻ്റെ വീട്ടിൽ ഈട് കയറാത്തതിൻ്റെ കാരണം ഇതൊക്കെ കൊണ്ടാണെന്നാണ് വിശ്വസിക്കുന്നത്. അതൊക്കെ ഉദ്യോഗസ്ഥരും സർക്കാരും പറയട്ടെ. കേന്ദ്ര ഗവൺമെന്റ് എല്ലാ കാര്യത്തിലും വ്യഗ്രതയാണ്. അതെ അതെ ചില കാര്യങ്ങൾ വ്യഗ്രതയില്ല എന്നുകൊണ്ട് അവർ പറയട്ടെ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് സാർ കാണുന്നല്ലേ? സ്വാഭാവികമായിട്ടും. അപ്പോൾ നിലവിൽ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പ്രധാനപ്പെട്ട സാറിങ്ങനെ ആലോചിക്കും, ഇവൻ്റെ ക്വസ്റ്റ്യൻ ഒരു അന്ത്യമില്ലേ എന്ന് ആലോചിക്കുക. തീർക്കാം, 15 മിനിറ്റ് മാക്സിമം. 15 മിനിറ്റ് കൊണ്ട് നമ്മൾ തീർക്കും അല്ലേ? 15 മിനിറ്റ് മതി മാക്സിമം. അപ്പം ഇന്നിപ്പം നിലവിൽ നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം സാറിൽ നിന്ന് തന്നെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിലവിൽ ഒരു കോട്ടയം ജില്ലയിലാണെങ്കിലും മധ്യ തിരുവിതാംകൂർ, കോട്ടയം, തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം, ഇടുക്കി എന്ന് വേണ്ട മധ്യ തിരുവിതാംകൂർ പെടുന്ന പത്തനംതിട്ട സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ മുസ്ലിം വെർഡിക്റ്റ് ഉണ്ടാക്കി കൃത്യമായിട്ട് അതിൽ നിന്ന് ലാഭം കൊയ്യാനുള്ളൊരു തർക്കമാണോ ഉദ്ദേശിക്കുന്നത്? തർക്കമുണ്ടാക്കി അതിൽ നിന്നും രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ളൊരു കുതന്ത്രം പലരും പല രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ BJPയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് അതിന് വേണ്ടിയുള്ള ശ്രമം, അത് തൃശ്ശൂരിൽ വിജയിച്ചതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. അതായത് സുരേഷ് ഗോപി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിൽ നിന്നും അവർക്കൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നടക്കും എന്നൊരു ഐഡിയ അവരിൽ രൂപപ്പെടുകയും അത് കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് കൃത്യമായിട്ട് ഫലപ്രദമാകുന്നുണ്ടെന്ന് അവർക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നമ്മുടെ ഈ ഏരിയയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ കൃത്യമായിട്ട് ഈ തോളോട് തോളിൽ ചേർന്നിരിക്കുന്ന ഈ ക്രിസ്ത്യൻ, ഹൈന്ദവ, മുസ്ലിം സഹോദരങ്ങളുടെ ഒരു വെർഡിക്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ളൊരു ഒരു 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 എന്താണ് പറയേണ്ടത്, അതിനൊരു വിലങ്ങുതടിയായിട്ട് നിൽക്കേണ്ട സത്യം പറഞ്ഞാൽ കോൺഗ്രസും അതേതരത്തെ പാർട്ടികളായിട്ടുള്ള UDF സംവിധാനവും അല്ലേ, അല്ലെങ്കിൽ LDF? അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ആര് വിചാരിച്ചാലും നടക്കത്തില്ല, ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പിന്നെ ഫ്രിഞ്ച് ഏറ്റവും അറ്റത്തുള്ള എലിമെന്റ്സ് അവരിങ്ങനെ എപ്പോഴും അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ ആർക്കും തടയാൻ പറ്റില്ല. അവർ പറയുന്നത് അവരുടെ രീതിയാണ്. പക്ഷേ ഒരു കമ്മ്യൂണിറ്റിയും രണ്ട് കമ്മ്യൂണിറ്റീസ് തമ്മിൽ ഇഷ്യൂ ഉണ്ടാക്കുക, അല്ലെങ്കിൽ 3 കമ്മ്യൂണിറ്റീസ് തമ്മിൽ ഇഷ്യൂ ഉണ്ടാക്കുക എന്നുള്ളത് കേരളത്തിൽ നടപ്പാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത്രയ്ക്ക് ഇഴ ചേർന്ന് നിൽക്കുന്ന സമൂഹമാണ്. അത് ചിലരിങ്ങനെ അവരുടെ സോഷ്യൽ മീഡിയ വഴി പറഞ്ഞെന്നും പ്രചരിപ്പിച്ചതും വെച്ച് അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇപ്പം ഞാൻ 2021 ഹഗിയ സോഫിയയുടെ വിഷയം ഒന്ന് സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഇതേപോലുള്ള അധികാരികൾ അധികാരത്തിൽ വന്നാൽ ആ അധികാരത്തിൽ വരുന്നവർ ഇവിടുത്തെ മതസ്ഥാപനങ്ങൾ തകർക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ അതിനെ വേറൊരു ഇന്റർപ്രിട്ടേഷൻ കൊടുത്ത് എന്താ അന്ന് അവിടെ എന്താ ദേവാലയങ്ങൾ അടച്ചുപൂട്ടാനുള്ള കാരണം വലിയ രീതിയിൽ ടാക്സ് ആണ്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് മതസ്ഥാപനങ്ങളെ ടാക്സിലേക്ക് കൊണ്ടുവരുന്നത്? അത് ഇത്ര വലിയ ടാക്സിൽ കൊണ്ടുവന്ന് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം കൊണ്ടുപോകുന്നതിനാണ്. നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഇല്ല, പക്ഷെ വിദേശ രാജ്യങ്ങളിലുണ്ട്. എന്തിനാ ഇത്ര വലിയ ടാക്സ് കൊടുക്കുന്നത്? അവിടെയാണ് അങ്ങനെയുള്ള ഭരണാധികാരികൾ വരുമ്പോഴുള്ള പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. അതിനെ വേറൊരു തലത്തിൽ കൊണ്ടുവന്ന് ഇവിടെ ഞാനെന്തോ ഒരു സമൂഹത്തെ ആക്രമിച്ചു, മതത്തെ ആക്രമിച്ചു എന്നുള്ള രീതിയിൽ വരുത്തി അതിനകത്ത് ഈ പറയുന്ന ചില സെക്കുലർ ആൾക്കാരുമുണ്ട്. ഈ പറയുന്ന സെക്കുലർ എന്ന് പറയുന്ന ചില പാർട്ടിക്കാരും അതിനകത്തുണ്ട്. അതിനകത്ത് ഒരു പാർട്ടി കാണിച്ചിട്ട് വെളിയിൽ വർഗീയത കാണിക്കുന്നത് ചില പാർട്ടികളും അതിനകത്തുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട്. ഒരു പാർട്ടിയെ മാത്രമേ ഇതിനകത്ത് ബ്ലെയിം ചെയ്യാൻ പറ്റൂ? ഇല്ല. ചിലരും അതിനകത്ത് അങ്ങനെ അവർക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നു എന്ന് കാണുമ്പോൾ അവരത് ഉപയോഗിക്കുക. ആരും മതം ഉപയോഗിച്ചാലും ന്യൂനപക്ഷം ഉപയോഗിച്ചാലും ഭൂരിപക്ഷം ഉപയോഗിച്ചാലും അത് വർഗീയതയാണ്. നമുക്ക് വേണ്ടത് പരസ്പര ധാരണയും പരസ്പര അംഗീകാരവും. ഗാന്ധിയുടെ ഒരു പാതയുണ്ട്. അതിൽ ഒരാൾ ഹിന്ദുവാണ്, മുസ്ലിമുമാണ്, ക്രിസ്ത്യനുമാണ്, സിഖുമാണ്, പാർസിയുമാണ്. അത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പഠിപ്പിച്ചതും അദ്ദേഹം ആചരിച്ചതും അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നതും ആയിട്ടുള്ള പാത അതാണ്. ആ പാതയിലാണ് ഇന്ത്യ. അത് ഇന്ത്യയുടെ സംസ്കാരമാണ്. ആ ഇന്ത്യയുടെ സംസ്കാരം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നും ഇങ്ങനെ തുടരുന്നത്. നമുക്കതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റത്തില്ല. ആര് വിചാരിച്ചാലും മാറത്തുമില്ല. നമ്മുടെ സമൂഹം, നമ്മുടെ സംസ്കാരം അത്രയ്ക്ക് ശക്തമാണ്. ആ സംസ്കാരത്തിൽ ചിലപ്പോൾ 1-2 പേര് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സംഘടന തന്നെ അങ്ങനെ പറഞ്ഞാൽ പോലും അതിനെ
അതിജീവിക്കുവാനുള്ള കരുത്ത് ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും ഇതിന്റെ സംസ്കാരത്തിനുമുണ്ട്, പാരമ്പര്യത്തിനുണ്ട്. ഏതൊരു വ്യക്തിയിലും ഈശ്വരനെ കാണുന്ന ഒരു പാരമ്പര്യം ആണ് ഈ സംസ്കാരത്തിനുള്ളത്. അതുകൊണ്ട് ആ സംസ്കാരത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അത് ആര് വിചാരിച്ചാലും ചിലർക്കൊക്കെ അങ്ങനെ പറയാമെന്നുള്ളതല്ലാതെ ഈ സംസ്കാരം തുടരുക തന്നെ ചെയ്യും എന്നുള്ളതല്ലേ. അതിനോട് നമ്മൾ സാറിൻ്റെ ആ ഒരു അഭിപ്രായത്തോട് വളരെ എന്താ പറയുക രോമാഞ്ചത്തോടു കൂടി തന്നെ നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ മതം കയറി തുടങ്ങിയില്ലേ സാർ? അല്ല, അതെന്നും ചില ആൾക്കാരുടെ മനസ്സിലെന്നും ഉള്ളു. അതായത് മുസ്ലിം സമൂഹത്തിലാണെങ്കിൽ SDPI, ഹിന്ദു സമൂഹത്തിലാണെങ്കിൽ RSS, ക്രിസ്ത്യൻ സമൂഹത്തിലാണെങ്കിൽ കാസ, ഈ 3 വിഭാഗവും ഒരു നാണയത്തിന്റെ ഇരുവശം എന്ന രീതിയിൽ അതിനകത്ത് ഫ്രിഞ്ച് എലിമെന്റ്സിനെ നമ്മൾ ഇപ്പൊ കാസ എന്ന് പറഞ്ഞ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ഒരു മുഖ്യധാര ഉള്ളതല്ല. അത് വളരെ കുറച്ച് ആൾക്കാർ ഫോളോവേഴ്സ് കൂടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എനിക്ക് അത്ര വലിയൊരു നമ്മളത് ഹൈലൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇല്ല, തീർച്ചയായിട്ടും എന്താ SDPIക്കും അതുപോലെ തന്നെ RSSന് അല്ല BJP അറിയാമല്ലോ, BJP സ്വാഭാവികമായിട്ടും 10% നിന്ന് 20% ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് വേവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ കാസയ്ക്ക് കൃത്യമായിട്ട് അവരുടെ 250 ഫോളോവേഴ്സിൽ നിന്ന് ഇന്ന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആകുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് അടിയിൽ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ നമുക്കറിയാം പണ്ടത്തിൽ നിന്നും ഒരുപാട് വലിയ രീതിയിൽ SDPI ആണെങ്കിൽ SDPI എത്രയോ അടുത്താണ് വാർഡുകൾ. എനിക്ക് അതിൽ അങ്ങനെ ഒരു ധാരണ എൻ്റെ മനസ്സിൽ ഒരിക്കലുമില്ല. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു ഫ്രിഞ്ച് ആയിട്ടുള്ള ഒരു എലിമെന്റ് മാത്രമേ അങ്ങനെ ഒരു എക്സ്ട്രീമിസം പറയുന്നുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൽ എത്ര കോടി ആൾക്കാരുണ്ട്, ഓരോ മതത്തിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്, തീർച്ചയായിട്ടും അതിൽ എത്ര പേരായിരിക്കും ഇത് പറയുന്നത്? വളരെ ലിമിറ്റഡ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇറ്റ്സ് മിനിമൽ. മറ്റൊരു രാജ്യമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ മതം ചിന്തിക്കുന്നവരും മതത്തെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കുന്നവരും ചുരുക്കമാണ് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം, നമുക്ക് ഈ മതം അല്ലേ സംസാരിക്കേണ്ട വൃത്തികെട്ട ടോപ്പിക്കായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. മതം അനിവാര്യതയാണ്. മതം എന്ന് പറഞ്ഞത് ദൈവത്തിലേക്കുള്ള പാതയാണ്. ആ പാത കാണിച്ചു തരാനുള്ളതാണ് മതം. ആ പാത എത്തുമ്പോഴാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നത്. അതിൽ യാതൊരു സംശയമില്ല, മതം അനിവാര്യമാണ്. അത് എല്ലാ മതങ്ങളും ഒരു പാതയിലേക്കാണ് നയിക്കുന്നത്. അല്ല, ഒരു ഗാന്ധി കാണിച്ചത്. അതെ, അത് മാത്രമല്ല ഒരു മതവും മറ്റൊരു മതത്തെ പുച്ഛിക്കാനോ മറ്റൊരു മതത്തെ തള്ളിപ്പറയാനോ പറയുന്നില്ല. അത് അശോകന്റെ വാക്കുകളാണ് എനിക്ക് കടമെടുക്കാനുള്ളത്. മഹാനായ അശോകൻ പറഞ്ഞിരിക്കുന്നത്, ആരെങ്കിലും സ്വന്തം മതത്തെ പുകഴ്ത്തി കാണിക്കാൻ അല്ലെങ്കിൽ പൊക്കി കാണിക്കാൻ മറ്റൊരാളുടെ മതത്തെ ഇകഴ്ത്തി കാണിച്ചാൽ ആ വ്യക്തി അയാളുടെ സ്വന്തം മതത്തെയാണ് താഴ്ത്തി കാണിക്കുന്നത്. കറക്റ്റ്, 100%. അത് അശോകൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. കാരണം എത്രയോ നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ മുമ്പ് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഒരു ടൈറന്റ് ആയിരുന്നു. അദ്ദേഹം ഒത്തിരി പേരെ കൊന്നതിന് ശേഷം ബുദ്ധിസത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹത്തിന്റെ പാപം മൊത്തം അദ്ദേഹം ക്ഷമ ചോദിച്ച് മാറി മനുഷ്യനായി മാറി. അദ്ദേഹം എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായി മാറി. ലോകത്ത് തന്നെ മാതൃകയായിട്ടൊരു രാജാവായിട്ട് മാറിയതിനു ശേഷം അദ്ദേഹം എടുത്തൊരു കാഴ്ചപ്പാടാണത്. ആ കാഴ്ചപ്പാടിൽ അദ്ദേഹം പറഞ്ഞത് നമുക്കിന്നും വളരെ കാര്യമാണ്. കാരണം എന്താ അറിയാമോ, ആരെങ്കിലും സ്വന്തം മതത്തെ പുകഴ്ത്താൻ പറ്റി മറ്റൊരു മതത്തെ താഴ്ത്തി കെട്ടുമ്പോൾ അയാൾ സ്വന്തം മതത്തെ തന്നെയാണ് താഴ്ത്തുന്നത്. കാരണം അയാളുടെ വാക്കുകളും അയാളുടെ പ്രവൃത്തിയും അയാളുടെ മതത്തിന്റെ റിഫ്ലക്ഷൻ ആയിട്ട് വരിക. ആ മതം അത് പഠിപ്പിക്കുന്നില്ല, പക്ഷേ അയാൾ റിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് വരികയാണ് അയാളുടെ മതം. നെഗറ്റീവാണ് വരുന്നത്. അതാണ് വ്യത്യാസം. ഏത് മതമാണേലും മനുഷ്യൻ നന്നായാൽ മതി അല്ലേ? ഗുരുദേവൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു മതത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ നിന്ദിക്കരുത്. അതാണ് അല്ലെ, ചെളിവാരി അറിയരുത്. നമ്മുടെ കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാം, മറ്റൊരാളെ നമ്മൾ അപമാനിക്കേണ്ട അത്രേ ഉള്ളൂ, അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അത് BJP ചെയ്യുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം അല്ലേ? അല്ല, നമുക്കിപ്പം അത് പാർട്ടിപരമായിട്ട് പറയാൻ പറ്റുന്നില്ല. അല്ല, മതം ഏറ്റവും കൂടുതൽ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു 2014 ശേഷമാണ് ഇത്രത്തോളം മതം എന്ന് പറയുന്ന ഒരു സാധനം ജനങ്ങളിലേക്ക്. ചിലപ്പോൾ എൻ്റെ പ്രായത്തിൻ്റെ ആയിരിക്കും, എനിക്ക് 25-26 വയസ്സേ ഉള്ളൂ. നമുക്ക് അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് ഇച്ചിരി കൂടി ചിലപ്പം ചാണ്ടിസാറിന് കുറച്ചും കൂടി പുറകോട്ട് പറയാൻ പറ്റും. മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജനം തുടങ്ങിയത് ബ്രിട്ടീഷുകാരാണ്. അതെ, മതം തീർച്ചയായിട്ടും വിഭജിച്ച് ഭരിക്കുക എന്നുള്ളത് അവർക്ക് ഭരണത്തിന് വേറെ വഴിയില്ല. അതെ, തീർച്ചയായിട്ടും. നമ്മളിവിടെ മെജോറിറ്റി ആയിരിക്കും നമ്മളെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ളത് അവരുടെ തന്ത്രം. തീർച്ചയായിട്ടും ആ തന്ത്രം വളർന്ന് പന്തലിച്ച് എത്തിയതാണ് പാകിസ്ഥാനിലും ഇന്ത്യയും എന്നുള്ള രീതി. തീർച്ചയായിട്ടും അതും ഇന്ത്യ എന്നൊരു ശക്തി ഒറ്റക്കെട്ടായി നിന്നിരുന്നെങ്കിൽ ലോകത്തിന്റെ ഏറ്റവും ശ്രേണിയിൽ വർദ്ധിക്കണം. നിങ്ങൾ ഓർത്ത് നോക്കി, നമ്മൾ തമ്മിൽ തർക്കമില്ല. ഒറ്റ രാജ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ വരെ ഇന്ത്യ ആയിരുന്നു, ഇപ്പുറത്ത് ബർമ്മ വരെയും രാജ്യമായിരിക്കുമ്പോൾ എന്തായിരുന്നു ഇന്ത്യയുടെ പവർ?
അത് ജനസംഖ്യ കൊണ്ട് മാത്രം ഏകദേശം 170 കോടിയായി. ജനസംഖ്യ തന്നെ വിട്ടു. അതെ. അതിന്റെ റിസോഴ്സസ് എന്തായിരുന്നു? റിസോഴ്സ് ഏറ്റവും വലിയ രാജ്യമാവും. റഷ്യ മറികടന്ന് ഏറ്റവും വലിയ രാജ്യമാവും. ഏറ്റവും വലിയ രാജ്യങ്ങൾ ഒന്നായി മാറി. 2 3 വന്നേ. അതെ അതെ അതെ. ഏറ്റവും വലിയ രാജ്യമാവണമെന്ന് അപ്പോഴും എനിക്ക് ചൈന, റഷ്യ, ചൈന, റഷ്യ, അമേരിക്കയുടെ കഴിഞ്ഞാൽ അല്ലെ അമേരിക്കയുടെ ഒപ്പം തന്നെ വന്നേനെ ചിലപ്പോൾ. അതെ അതെ അതെ. എന്താണെങ്കിലും വന്നേനെ. പോപ്പുലേഷൻ കാര്യത്തിൽ പിന്നെ ഒരിക്കലും നമ്മൾ എതിരില്ലല്ലോ. ചൈനയുമായിട്ട് കട്ടക്കേട്ട വേറെ ഒരു രാജ്യമാണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും താർക്കാൻ പറ്റാത്തൊരു ശക്തിയായി നിന്നേനെ. അതായിരുന്നു അവരുടെ നരിതന്ത്രമായിരുന്നു ബ്രിട്ടീഷുകാർ. അവര് മുൻകൂട്ടി കാര്യങ്ങൾ കണക്കാക്കി കണ്ടതാക്കുന്നത് ഞാൻ പറയും. അതെ അതെ അതെ. അങ്ങനെ അവർ മുൻകൂട്ടി കണക്കാക്കി തന്നെയാണ് ഇപ്പോൾ ഈ ഫലസ്തീൻ ഇസ്രായേൽ വിഷയം എന്നാണ് പറയുന്നത് പൊതുവെ. അതും ഒരു വലിയൊരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു സമീപനം ഇസ്രായേൽ എടുക്കുന്നു എന്ന് കാണുമ്പോൾ വളരെ ഖേദം തോന്നുക. കാരണം അത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് അവർ. പിഞ്ചു കുഞ്ഞുങ്ങളല്ല 65,000. അതെ അതെ. അതിലൊരു ഒരു മതവും സ്നേഹമല്ലാതെ ഒന്നും പഠിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും ഒരു മതത്തിൻ്റെയും പ്രമാണം സ്നേഹമല്ലാതെ ഒന്നും പഠിപ്പിക്കുന്നില്ല. മറ്റതെല്ലാം എക്സ്ട്രീമിസ്റ്റ് കൊണ്ടുവരുന്നതാണ്. അതെ 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 അതെ. അതാണ് ഒരു പ്രശ്നം. അല്ല, ഈ അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പശുവിൻ്റെ പേരിൽ ഒരു ദളിതൻ മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു മുസ്ലിം മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ഇതുപോലെ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? മുസ്ലിം പള്ളികൾ ഇങ്ങനെ തകർക്കപ്പെട്ടിട്ടുണ്ടോ? മുസ്ലിം ദേവാലയങ്ങൾ ഇങ്ങനെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇതെല്ലാം വന്നത് 2014 ശേഷം. കോൺഗ്രസിന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ത്യയുടെ കാഴ്ചപ്പാട്. ഇന്ത്യയാണ് കോൺഗ്രസ്. ഇന്ത്യയുടെ റിഫ്ലക്ഷനാണ് കോൺഗ്രസ്. യെസ്. പക്ഷേ അത് നമുക്ക് ഒരു സംഘടന ശേഷി ഇല്ലാത്തതിൻ്റെ ഒരു അതെന്താണ് സാർ? അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു? ബീഹാറിൽ കണ്ടില്ലേ 2 സീറ്റിലേക്ക്. അതൊരു സംഘടനാ ദൗർബല്യം എന്ന് തന്നെ ഞാൻ പറയും. അത് നമ്മുടെ നേതൃപാടവത്തിന്റെ കുറവ് തന്നെയാണോ പലരും പറയുന്ന പോലെ? അങ്ങനെയല്ല, അത് പതിറ്റാണ്ടുകളായിട്ടുള്ള ചില സങ്കടത്തോടെയാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ തിരിച്ചു വരണം എന്നായിരിക്കും. ആ 100 സീറ്റൊക്കെ ആയിട്ട് വന്നപ്പോൾ നമ്മൾ ഓർത്തു പോയി ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. പക്ഷേ ആ ഉയർത്തെഴുന്നേൽപ്പിൽ പിന്നെയും മഹാരാഷ്ട്രയിൽ കണ്ടത്, അതുപോലെ ബീഹാറിൽ കണ്ടത്, ഹരിയാനയിൽ കണ്ടത് എല്ലാം പുറകോട്ടാണ്. ഒരു സംഘടനാ ദൗർബല്യമുണ്ട്. വോട്ട് ചോരി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. വോട്ട് ചോരിയും എന്തോ ഒരു കുഴപ്പം. അല്ല, മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരു പരാജയം സംഭവിക്കാവോ? എന്തോ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട് എന്നുള്ളത് യാതൊരു സംശയം. അല്ലെ, 3 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 32 ഹിസ്റ്ററിയിൽ അങ്ങനെ റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും ഒരു മനുഷ്യർക്ക്. അതെ, ഒരു അല്ലെങ്കിൽ വേറൊരു ട്രെൻഡ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ട്. ഫോർ എക്സാമ്പിൾ 1991 നടന്ന കേരള ഇലക്ഷൻ, 90 കോൺഗ്രസ് പാർട്ടി തോറ്റുപോയി മൊത്തത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതിലൊരു അവസരം കണ്ടിട്ടാണ് ഈ നയനാർ വീണ്ടും ഈ തുടർ ഭരണം പ്രതീക്ഷ വിളിച്ചത്. അന്ന് രാജീവ് ഗാന്ധി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ രാജീവ് മരിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പം തുടർ ഭരണം ഉണ്ടായേനെ. പക്ഷെ ആ ട്രെൻഡ് റിവേഴ്സായി. പക്ഷെ അതിനൊരു സാഹചര്യമുണ്ട്. ഒരു 6 മാസം ഡിഫറൻസ് ഇവിടെ സാഹചര്യം ഉണ്ടോ? ഇല്ല. എന്തൊക്കെ സാഹചര്യം ഉണ്ട്? ചുമ്മാ ആ ഒരു കണ്ടിന്യൂഷൻ, ഒരു ബ്രേക്ക് ഇല്ല. അതെ, പെട്ടെന്ന് അവിടെയാണ് ചില കോമൺ സെൻസ് വെച്ച് നമ്മൾ ചിന്തിച്ചാൽ പോലും മനസ്സിലാവുന്നില്ല, അതിന് ഉത്തരം കിട്ടുന്നില്ല. അത് കൃത്യമായിട്ട് ഇപ്പം രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് അതിന് വേണ്ടിയുള്ള എല്ലാ എവിഡൻസ് സഹിതം ഹാജരാക്കിയിട്ടും, അതുമാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് എപ്പോഴും മോദിക്ക് അനുകൂലവും രാഹുൽ ഗാന്ധിക്ക് എതിരുമാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനെതിരും BJPക്ക് അനുകൂലവുമാണ് താനും. എല്ലാം നോക്കുമ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ജനാധിപത്യം തകർന്നോ ഇന്ത്യയിൽ? ജനാധിപത്യം ഒരിക്കലും തകരത്തില്ല. അപ്പൊ ഇപ്പൊ സംഭവിക്കുന്നത് ജനാധിപത്യം ജനാധിപത്യം ഒരിക്കലും തകരത്തില്ല. ജനാധിപത്യ സിസ്റ്റം, അതായത് ഇലക്ഷൻ സിസ്റ്റം ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? ഇല്ല. ആ സിസ്റ്റത്തിൽ വീക്ക്നെസ് വന്നിരിക്കുന്നു. ആ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ കറക്ഷൻ എന്നെങ്കിൽ വന്നിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ആ കറക്ഷൻ സ്വാഭാവികമായിട്ട് വന്നിരിക്കും. അത് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ സമയം വൈകിയേക്കാം, പക്ഷെ കറക്ഷൻ വരും. ഇന്ത്യയുടെ പാരമ്പര്യവും ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയുടെ ജനങ്ങളുടെ ഒരു കൾച്ചറും നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള കറക്ഷൻ വന്നിരിക്കും. അത് ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്. അത് 5000 വർഷത്തെ ജനാധിപത്യ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. അത് ഇന്ത്യയിലും കറക്ഷൻ വന്നിരിക്കും എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. വോട്ടിംഗ് മെഷീൻ എടുത്തു മാറ്റണമെന്ന് സാർ ആഗ്രഹിക്കുന്നുണ്ടോ? മെഷീൻ മാറണം തന്നെയാണ് എൻ്റെ അല്ലേ? വോട്ടിംഗ് മെഷീൻ മാറണം. നമ്മൾ അതായത് അമേരിക്കയിൽ പോലും അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട വികസിത രാജ്യം എന്ന് പറയുന്ന നമ്പർ 1 രാജ്യത്ത് പോലും ഇന്നും തപാൽ ബാലറ്റും പല പ്രശ്നങ്ങളുണ്ട്.
ബാലറ്റിലും ചില പ്രശ്നങ്ങളുണ്ട്. ആ ബാലറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എളുപ്പമല്ല. അതെന്താണ് സാർ? അത് ദിവസങ്ങൾ എടുത്താണ് അതിന്റെ റിസൾട്ട് വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ദിവസങ്ങൾ എടുത്താണ് അതിന്റെ റിസൾട്ട് വരുന്നത്. തീർച്ചയായും അത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി ഉണ്ട് ഇന്നത്തെ മോഡേൺ ടൈംസിൽ. അപ്പൊ ഇതിന്റെ മധ്യത്തിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, അതായത് ഇതിന്റെ ഒരു ട്രാൻസ്പെറൻസി ഉറപ്പാക്കിക്കൊണ്ട്, ഈ EVMസിന്റെ ഒരു ട്രാൻസ്പെറൻസി. ഇപ്പൊ ഡൗട്ട് വരുവാണ്. ഡൗട്ട് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഡൗട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് ക്ലിയർ ചെയ്യാന്നുള്ളത്. ആ ക്ലിയറിംഗ് നടക്കുന്നില്ല. അവിടെയാണ് നമുക്കുള്ളൊരു അനോമലി തോന്നുന്നത്. ആ ക്ലിയറിംഗ് നടക്കുന്നില്ല എന്നുള്ളത് ഒരു അനോമലി ആയിട്ട് നമുക്ക് തോന്നുക. അപ്പൊ അനോമലി ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അത് എന്തെങ്കിലും സാറിനൊക്കെ എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കൊടുക്കാൻ നമുക്ക് അതിനകത്ത് പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസുമായിട്ട് വരുമ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയമാണ്. അത് സാറിനോട് ചോദിക്കാതെ പോകാൻ പറ്റില്ല. കാരണം ഒരു യുവ നേതാവ് എന്ന രീതിയിൽ വേറെ ആരോട് ചോദിച്ചില്ലെങ്കിൽ സാറിനോട് ചോദിച്ചത് പോകാൻ പറ്റും. യുവ നേതാവ് എന്ന രീതിയിൽ മാത്രമല്ല, ഇപ്പം യുവ നേതാക്കളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നേതാക്കളിൽ പെടുന്ന നേതാവ് എന്ന രീതിയിൽ സാറിനെ ചോദിക്കാൻ പറ്റില്ല. എന്താണ് അതിൻ്റെ അകത്ത് സാറിൻ്റെ നിലപാട്? അല്ല, അതൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തിട്ടത് അദ്ദേഹം പറയട്ടെ. അദ്ദേഹം പറയാത്തിടത്തോളം നമ്മളെന്തിനാ പറയുക? നമുക്കങ്ങനെ അത് പറയാൻ പറ്റും. അദ്ദേഹം പറയും, അതിന്റെ ആവശ്യ സമയത്തൊക്കെ പറയുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു ജാഗ്രത കുറവുണ്ടായെന്ന് തോന്നുന്നില്ലേ? ഞാൻ പറയാം, അതൊക്കെ അദ്ദേഹം പറയും. ഞാൻ പറയട്ടെ, ഒരാളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. ഞാനൊരാളുടെ വ്യക്തിപരമായ വിഷയത്തിൽ ഞാനങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും, ഞാനങ്ങനെ പറയും. തീർച്ചയായിട്ടും. ഇപ്പം ഒരു വ്യക്തിക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആ സ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ എല്ലാവർക്കും അർഹതയുണ്ട്. അപ്പം അത് നിയമം ലംഘിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു നിയമം ലംഘിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായും നിയമം ലംഘിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ നടപടി എടുക്കട്ടെ. സർക്കാർ നടപടി എടുക്കുന്നില്ലല്ലോ. ഇതുവരെ ഇപ്പൊ മറ്റേ സിനിമ പറയുന്നത് ഇപ്പൊ പൊട്ടിക്കും എന്ന് പറയുന്ന പോലെ അല്ലാതെ എന്ത് നിയമലംഘനമാണുള്ളത്? ഇപ്പം ചോദ്യം അതാണ്. വ്യക്തിപരമായ ചില കാര്യങ്ങൾ അത് വ്യക്തിപരമാണ്. അത് നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ നടപടി എടുക്കട്ടെ. അത് സർക്കാർ നടപടി എടുക്കാത്തിടത്തോളം കാലം നമുക്കെന്ത് പറയാൻ പറ്റും? പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അതേ എക്സ്പ്ലെയിൻ ചെയ്യും. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതേ ഉള്ളൂ. അതെ, പുള്ളിക്കറിയാവുന്ന കാര്യം എനിക്കറിയില്ലല്ലോ. അതെ, അദ്ദേഹത്തിനല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇതുവരെ ഒന്നും പറയാത്ത സ്ഥിതിക്ക് ഞാനങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും അദ്ദേഹത്തിന് വേണ്ടി. അദ്ദേഹമാണ് പറയേണ്ടത്. കാരണം അദ്ദേഹവും എനിക്ക് തോന്നുന്നു അതിൻ്റെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അല്ല, എങ്കിൽ പോലും ഒരു സംശയത്തിൻ്റെ നിലയിൽ നിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഓഡിയോ ആണ്. ഒന്നല്ലെങ്കിൽ അല്ല, ഞാനല്ല എന്ന് പറയാനുള്ള ഒരു ആർജവം കാണിക്കാത്തടത്തോളം കാലം എപ്പോഴും ഒരു സംശയത്തിന് നിഴലിൽ നിൽക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ സംശയത്തിൽ നിഴലിൽ നിൽക്കുന്ന ഒരാൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ലല്ലോ, അല്ലേ? പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്, അതുപോലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ സജീവമായിട്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല അതുപോലെ VD സതീശൻ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇനി അങ്ങനെ പ്രവർത്തിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എന്താ സാറിൻ്റെ അഭിപ്രായം? അല്ല, അതിപ്പോൾ പാർട്ടിയുടെ നിലപാടെടുത്തിരിക്കല്ലേ. പാർട്ടി നിലപാടിനനുസരിച്ച് എല്ലാവരും നിൽക്കണം. പാർട്ടിയുടെ നിലപാട് എന്താണ്? ആ നിലപാടനുസരിച്ച് എല്ലാവരും പ്രധാനം പാർട്ടിയാണ്. ഞാനല്ല, ഏത് വ്യക്തിയാണെങ്കിലും നടപടി നേരിട്ടാൽ അതിനനുസരിച്ച് നിൽക്കുന്നതായിരിക്കും ഉചിതം. അതാണ് അതിൻ്റെ നിലപാടല്ലേ. നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ ചോദിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ള അടുത്തൊരു പ്രധാനപ്പെട്ടൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലായിട്ട് ബന്ധപ്പെട്ടല്ല, ഈ ഇത്തരത്തിൽ തന്നെ ഒരു അലിഗേഷൻ നിലനിൽക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ. സ്വർണ്ണപ്പാളി വിഷയം സാറ് കണ്ടിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ, അതുമാത്രമല്ല പല കാര്യത്തിലും അങ്ങനെ ഒരു പരാജയം സത്യത്തിൽ കോൺഗ്രസിന് സംഭവിക്കും, അല്ലെങ്കിൽ UDF എന്തോ കൺവേ ചെയ്യാനാ. ഇതിൽ കൂടുതൽ കോൺഗ്രസ് എന്തോ 4 ദിവസമോ 5 ദിവസമോ ആ ബാനർ പിടിച്ച് നിന്ന വ്യക്തിയാണ് അസംബ്ലിക്കകത്ത്. ഞങ്ങൾ അസംബ്ലിയിൽ ഉണ്ടാക്കിയ അത്രയും പ്രശ്നം ആരും ഉണ്ടാക്കിയിട്ടില്ല. നിരന്തര പ്രശ്നമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ അസംബ്ലി തലി തീർക്കാൻ അറിയില്ല, സ്പീക്കറിന്റെ കസേര എടുത്തറിയാൻ അറിയില്ല, കമ്പ്യൂട്ടർ വലിച്ചെറിയാൻ അറിയില്ല, ഞങ്ങൾ തുണി പൊക്കി കാണിക്കുന്നില്ല. ഞങ്ങൾ മര്യാദയോടെ പെരുമാറത്തുള്ളൂ. ഓരോരുത്തരും അവരുടെ സംസ്കാരം അനുസരിച്ച് പെരുമാറും. ആ സംസ്കാരമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? കോൺഗ്രസിന്റെ രീതിയുണ്ട്. പിന്നെ ഇവിടെ വഴിയിലിറങ്ങി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി റോഡും തല്ലി തകർത്ത്, വണ്ടിയും തല്ലി തകർത്ത്, വണ്ടി കത്തിച്ച് ബോംബെറിഞ്ഞ് നടത്തുന്ന പൊളിറ്റിക്സിന് ഞങ്ങളില്ല. അതാണ് വേണ്ടെങ്കിൽ ഞങ്ങളില്ല. ഞങ്ങൾക്ക് ഇലക്ഷൻ ജയിച്ചില്ലേലും കുഴപ്പമില്ല. കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. അതുപോലെ തന്നെ
പബ്ലിക് പ്രോപ്പർട്ടി നശിക്കരുത് എന്നുള്ളതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല എങ്കിൽ പോലും നമ്മുടെ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ എന്താണ് മാണിസാറുമായിട്ട് ബന്ധപ്പെട്ട ബാർക്കോഴ കേസിലാന്ന് തോന്നുന്നു, ഇവർ ഈ സെക്രട്ടേറിയറ്റ് മൊത്തം വളഞ്ഞ് വലിയ രീതിയിൽ സോളാറിലോ, അതെ അതെ, അതൊക്കെ പിന്നീട് അതൊക്കെ പച്ചക്കള്ളമായിട്ടുള്ള കേസാണ് തെളിഞ്ഞ കേസ് കിട്ടണം. എന്നിട്ട് പോലും അതൊക്കെ കൃത്യമായിട്ട് രാഷ്ട്രീയ ആയുധമാക്കി കൃത്യമായിട്ട് അത് ജനങ്ങളിലേക്ക് കൺവേ ചെയ്ത് വലിയ എന്തോ അഴിമതിയാണ് നടക്കുന്നതെന്ന് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണല്ലോ പ്രതിപക്ഷം. സ്വാഭാവികമായിട്ടും എന്താണ് ഇവിടെ നടക്കുന്ന കൊള്ളരുതായ്മ എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തിക്കാൻ കഴിയുന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവായിട്ട് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഒരു പരാജയം UDF സംഭവിക്കുന്നില്ലേ? ഒരു പരാജയമില്ല. ഇല്ല, അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. ഒരു പരാജയമില്ല. മാധ്യമങ്ങൾ കാണിക്കാത്ത അവരുടെ കുഴപ്പം. ഏതാ മാധ്യമങ്ങൾ കാണിക്കാത്ത അവരുടെ കുഴപ്പം. അല്ല, പ്രതിപക്ഷം ചെയ്യാനുള്ള മൊത്തം ദൗത്യവും പ്രതിപക്ഷം ചെയ്യും. എനിക്ക് തോന്നുന്നു ആകെ യൂത്ത് കോൺഗ്രസ് ഭാവങ്ങൾ കുറെ അടിമേടിക്കുന്നതല്ലാതെ യാതൊരു പ്രവർത്തനം അതിന്റെ പേരിൽ നടക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. അതൊന്നും ശരിയായ കാഴ്ചപ്പാടില്ല. പ്രതിപക്ഷ നേതാവ് ചെയ്യാവുന്ന ഏറ്റവും മികച്ച പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം നടത്തുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ 100 മാർക്സ് ഞാൻ കൊടുക്കും. 100 മാർക്കും കൊടുക്കും. 100. അടുത്ത മുഖ്യമന്ത്രി ആണോന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ ഇറങ്ങി തിരിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, കോട്ടയം ജില്ല തന്നെ നമ്മൾ സംസാരിക്കണമല്ലോ. കേരള കോൺഗ്രസ് സെയിം. അടുത്ത എനിക്ക് ഉടനെ ഉണ്ട്, ജോസ് കെ മാണി സാറുമായിട്ട് ഒരു ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, മിക്കവാറും 2 ദിവസത്തിനുള്ളിൽ കാണും. അപ്പം സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം, UDF വരുമോ, വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ? അവരോട് ചോദിക്കണം. ഇപ്പം ചോദിക്കാൻ പോകില്ലേ? അത് ഞാൻ ചോദിക്കാൻ തന്നെ നേരെ അല്ല, ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് ഇവിടുത്തെ ഇപ്പം നിലവിൽ കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രമുഖ നേതാവ് എന്ന് ഞങ്ങളെല്ലാം കൽപ്പിക്കുന്ന കോൺഗ്രസിലെ ഏറ്റവും പ്രമുഖ നേതാവ് ചാണ്ടിയമ്മൻ സാർ തന്നെയാണ് ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ. തിരുവഞ്ചൂർ സാറുണ്ട്, ഒക്കെ എല്ലാം ശരിയാണ്. എങ്കിൽ പോലും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അവർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി ഒരു ഹൈക്ക് കോട്ടയം ജില്ലയിൽ കിട്ടില്ലേ? അല്ല, ഇപ്പം അവർ സ്വാഭാവികമായിട്ടും അവരുടെ തീരുമാനം അത്. നമുക്ക് ആ കാര്യത്തിൽ ഒന്നും അവർ തീരുമാനിച്ചാൽ നമുക്ക് അതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. അവർ തീരുമാനിക്കട്ടെ. ആഗ്രഹിക്കുന്നുണ്ടോ വരട്ടെ? അല്ല, പലരും UDF കൺവീനർ അടൂർ പ്രകാശ് സാർ പറയുന്നത് കേരള കോൺഗ്രസ് എം എന്നുള്ളത് ശരി UDF പാർട്ടിയാണ്. ഇത് 40 ഒരു കാരണവശാലും അപ്പുറത്ത് പോകേണ്ട ഒരു പാർട്ടിയല്ല. ഇവിടെ നിൽക്കേണ്ട നമ്മുടെ അവിഭാജ്യ ഘടകമാണ്. മാണി സാറിനെ UDF നേതാവായിട്ടേ ഞങ്ങൾ കണക്കാക്കുന്നുള്ളൂ. LDF ആരും കണക്കാക്കത്തില്ല, കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ പാർട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തുമില്ല. ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷെ ഇപ്പം സീറ്റൊക്കെ ഒരുപാട് കൂടുതൽ കൊടുത്ത് 940 1300 സീറ്റിലാണ് ഇപ്പം മത്സരിക്കുന്നത്. നല്ല രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് വരാൻ സാധ്യത കുറവായിരിക്കും അല്ലേ? അതുപോലെ തന്നെ സാർ ഒരു 2 ചോദ്യം കൂടെ ഉള്ളൂ. ഇനി സീരിയസ് ആയിട്ട് ഇനി 10 വർഷം 15 മിനിറ്റ് ഒന്നും പറയുന്നില്ല. 2 ചോദ്യം കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. അവസാനം എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, അതിന് സാറിൻ്റെ ഉത്തരം എനിക്ക് കിട്ടണം. അത് ലൈറ്റൊക്കെ ഇവിടുത്തെ വെച്ചിട്ട് പോവാണോ? അപ്പം സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ BJP കേരളത്തിൽ വരാനുള്ളൊരു സാധ്യത സാറ് കാണുന്നുണ്ടോ? എവിടെ? അതായത് കേരളത്തിൽ അവർ അവകാശപ്പെടുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റിൽ 1ാം സ്ഥാനവും 9 സീറ്റിൽ 2ാം സ്ഥാനവും 20 സീറ്റ് വരെ നേടാൻ ഉള്ള സാധ്യത ഉണ്ട് എന്നാണ് അവർ കൽപ്പിക്കുന്നത്. BJP അവകാശപ്പെടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അക്കൗണ്ട് തുറക്കുമോ? CPM വിചാരിച്ചാൽ അതൊക്കെ നടക്കും. എന്തൊരു ഉത്തരവാണ്! അതിനേക്കാൾ നല്ലൊരു ഉത്തരം വേറെ ഇല്ല അല്ല എങ്കിൽ പോലും CPM-ന്റെ ഉത്തരം പറഞ്ഞു. അതെ ഡയറക്റ്റ് ഉത്തരമായിരുന്നത്, അല്ലാതെ ഒരു സാധ്യതയില്ല. ഉത്തരം പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി, അതും കൂടി കൊണ്ട് അവസാനിപ്പിച്ചേക്കാം. അവസാനത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഇപ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വെള്ളാപ്പള്ളി നടേശൻ സാറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. വലിയ രീതിയിലുള്ള മുസ്ലിം വിരോധം, അതുപോലെ തന്നെ ഒരു വെർഡിക്റ്റ് ലീഗുമായി ബന്ധപ്പെടുത്തി. ലീഗ് ഒരു മതേതര പാർട്ടിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അവര് എടുത്തിരിക്കുന്ന നിലപാട് എന്താ? തീർച്ചയായിട്ടും എല്ലാവരെയും ഒന്നായി കണക്കാക്കണം എന്നുള്ള നിലപാടാണ് മുസ്ലിം ലീഗിൻ്റെ. അതെ. അപ്പം ആ ഒരു നിലപാടിൽ അവർ നിൽക്കുന്നിടത്തോളം കാലം അവര് അത് തന്നെയാണ്. സംശയമുണ്ടോ? ആർക്കാ ഇവിടെ സംശയം? ഇവിടെ സംശയം എന്നുള്ള രീതിയിൽ കുറച്ച് പേര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു. അതൊക്കെ യാതൊരു തർക്കവുമില്ല, അങ്ങനെ ക്വസ്റ്റ്യനേ ഇല്ല. അതെ, മതേതര പാർട്ടിയാണെന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. അപ്പോൾ ആ പ്രസക്തി ഇല്ലാത്ത ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ വ്യക്തിത്വം ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നത്. ഒരു വെർഡിക്റ്റ് ഉണ്ടാക്കുകയാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വെർഡിക്റ്റ് ഉണ്ടാക്കുക. ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ VDJS വഴി ഒരു തുരങ്കം BJP-യിലേക്ക് ഇടുന്നതായിട്ട് തോന്നുന്നുണ്ടോ?
നമ്മളിപ്പോ മകന് വേണ്ടി ഒരു മകൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി ഒരു മുഖ്യമന്ത്രി തന്നെ വണ്ടിക്കകത്ത് കയറ്റി, അതാണ് അടുത്ത ചോദ്യം. മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് എന്താ കാര്യത്തിൽ? അതെ അതെ അതെ. മുഖ്യമന്ത്രിയുടെ നിലപാടെന്താ? CPM വലിയ മതേതരത്വം പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ നിലപാടെന്താ? അത് തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. കറക്റ്റ്. അദ്ദേഹത്തോട് ചോദിക്കണം ഈ ചോദ്യങ്ങൾ. മുഖ്യമന്ത്രിയാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്, ഞാനല്ല. അതെ, അല്ല അതിനകത്ത് സാറിന്റെ നിലപാടുകൾ മാത്രമല്ല, അത് സത്യം പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതൊരു കോൺഫ്ലിക്റ്റിലേക്ക് പിന്നെ പോകുന്നില്ല. നമ്മളതിനെ ഒന്ന് സ്ട്രെസ് ചെയ്യാതെ വിടണം എന്നുള്ളത് എൻ്റെ ഇപ്പൊ നിലവിൽ അങ്ങനെ സംഭവിക്കുന്നത്, പരിഗണിക്കുന്നതായി. ഞാൻ പറയുന്നത് അങ്ങനെ സ്ട്രെസ് ചെയ്യരുത്. കാരണം സ്ട്രെസ് ചെയ്യുമ്പോഴാണ് അതിനൊരു ഇത് വരുന്നത്. അദ്ദേഹം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പറയുന്നതായിരിക്കാം. എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ സ്ട്രെസ് ചെയ്യണ്ട. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു പ്രസംഗത്തിൽ അങ്ങനെ പ്രസംഗിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ആവണമെന്നില്ല. അത് എപ്പോൾ വേണമെങ്കിലും മാറാവുന്നൊരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ട എന്നുള്ള ഒപ്പീനിയനാണ് എനിക്ക് ആ കാര്യത്തിലുള്ളത്. ഉള്ളൂ. കൂടുതൽ പരിഗണിക്കാൻ നിൽക്കുമ്പോഴാണ് പ്രശ്നം അല്ലേ? നമ്മൾ ഇതിലേക്കൂടെ വിടുക. ഇതിനകത്ത് ഒരു കാര്യത്തിൽ ചില രാജ്യങ്ങൾ എടുക്കുന്ന അപ്രോച്ച് ഉണ്ട്, അത് നമ്മൾ കാണണം. ഒരു തീവ്രവാദ ആക്രമണം നടന്നു, അവരത് ഫോക്കസ് ചെയ്യത്തില്ല. ഏത് രാജ്യം? അങ്ങനെ പല രാജ്യങ്ങളുണ്ട്. അവരത് ഇഗ്നോർ ചെയ്യും. അവര് ആ അറ്റാക്കിനെ കുറിച്ച് തന്നെ ചിലപ്പോൾ മിണ്ടത്തില്ല. ഓക്കെ. അപ്പം അത് ചില കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. നമ്മളെല്ലാം ഓവർ സ്ട്രെസ് ചെയ്യുമ്പോഴാണ് ഈ സമൂഹത്തിൽ ടെൻഷൻസ് വളരുന്നത്. അവരെ ഏതെങ്കിലും സാഹചര്യത്തിൽ പർട്ടിക്കുലർ മൂവ്മെന്റ് പറഞ്ഞൊരു കാര്യമായിരിക്കാം അവരുടെ അത് നമ്മൾ സ്ട്രെസ് ചെയ്യാൻ പോകണ്ട എന്നുള്ളതാണ്. നമ്മൾ അതിന്റെ ഫോക്കസ് അതിനകത്ത് കൊടുക്കണ്ട. ആ ഫോക്കസ് ഒഴിവാക്കി പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു. അപ്പം നമുക്കൊരു സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻസ് കുറഞ്ഞിരിക്കും. അല്ല, അപ്പം അതിൻ്റെ അകത്ത് കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് സത്യം പറഞ്ഞാൽ UDF എടുത്തിട്ടുണ്ട്. ഈ കാണിക്കുന്നത് ശരിയല്ല, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയാണ്. പക്ഷേ ഈ CPM എന്ന് പറയുന്ന മതേതരത്വ പാർട്ടി എന്തുകൊണ്ട് അതിൻ്റെ ഒരു വോട്ടാണോ ലക്ഷ്യം? വോട്ട് ബാങ്ക് ആണ്. ഞാനൊന്നും പറയുന്നില്ല. അല്ല, ഞാൻ ഇത് കൂടുതൽ ഞാൻ പറയട്ടെ. ഞാൻ ഓൾറെഡി CPM പറഞ്ഞു കഴിഞ്ഞു. അല്ല, എങ്കിൽ പോലും പറയണ്ട. അതെ, എന്നാലും സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ ചോദ്യം ചോദിക്കുന്നത്, അതായത് കൃത്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾ കൃത്യമായിട്ട് അവരുടെ ഞാൻ അതിനകത്തൊരു കമ്മ്യൂണൽ ആംഗിൾ ഞാൻ അതിനകത്ത് കാണുന്നില്ല. എങ്കിൽ പോലും വിള്ളൽ സംഭവിച്ചു, അത് തിരിച്ചു പിടിക്കാനുള്ള കമ്മ്യൂണൽ ആംഗിൾ അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആ രീതിയിൽ പോകട്ടെ എന്നുള്ളേ ഉള്ളൂ. അതുപോലെ നമ്മൾ അതിലേക്ക് സ്ട്രെസ് ചെയ്ത് ഞാൻ പറഞ്ഞ ഫോക്കസ് ചെയ്യരുത് എന്നാ പറയുന്നത്. നമ്മൾ ചെയ്യുന്നില്ല. സാറിൻ്റെ അഭിപ്രായത്തോട് തന്നെ ഞാൻ യോജിക്കുകയാണ്. അപ്പം ഏകദേശം ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി ഞാൻ തരും. അല്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇനി ഒരൊറ്റ സംവിധാനം കൂടെ, അത് ചുമ്മാ ഒരു ഫണ്ട് സാറിൻ്റെ ഭാഗത്തുനിന്ന്, സാറിൻ്റെ യുവ നേതാവ് എന്ന രീതിയിൽ സാറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫണ്ട് എന്ന രീതിയിൽ പിക്കപ്പ് ഫണ്ട് ഒരു 3 പേരുടെ കാര്യം, 3 അല്ലെങ്കിൽ 2 പേർ പറയാം. എൻ്റെ അടുത്ത് ഒരെണ്ണം സാധ്യതയുണ്ട്. സമാശകരമായിട്ടുള്ള സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. ജഗദീഷ് ശ്രീകുമാർ ഓർ ഇന്നസെന്റ്? ഈസി അല്ല പറയാം, എന്നാലും ഒരെണ്ണം പറയാൻ വരാം. അങ്ങനെ പറയരുത്, ഒരെണ്ണം. അതെന്റെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണത്? എന്നാലും ഒരെണ്ണം. ഫാസിസമാ, BJP ആണ്. അപ്പം എന്താ, ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ പറഞ്ഞ? ഈക്വലി. ഹരിശ്രീ അശോകൻ ഓർ സലീം കുമാർ? ഏതെങ്കിലും ഒരെണ്ണം പറ. അതിൻ്റെയൊക്കെ ഒരു രസകരമായിട്ടുള്ളത് ഒന്നും പറയുന്നില്ല. ശോഭന ഓർ ഉർവശി? ശോഭന. ചിത്ര ചേച്ചി ഓർ സുജാത മോഹൻ? ശരി, അങ്ങനെ പറയല്ലേ. റിമി ടോമി ഓർ മഞ്ജരി? റിമി ടോമി. നമ്മുടെ നാട്ടുകാരായോണ്ട് ആ ഒരു സ്നേഹം. ദാസേട്ടൻ ഓർ ജയേട്ടൻ ഓർ MG ശ്രീകുമാർ? ന്യൂട്രൽ. ഒരിടത്തും പറയുന്നില്ല. കൊച്ചി ഓർ കാലിക്കറ്റ് ഓർ ട്രിവാൻഡ്രം ഓർ പുതുപ്പള്ളി? നാലും. അതെന്താ പുതുപ്പള്ളി എന്ന് പറഞ്ഞോ? അതാ ഏറ്റവും നല്ലത്. ഞാൻ ജനിച്ച് വളർന്ന സിറ്റി എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രമാണ്. എനിക്കെന്നും ട്രിവാൻഡ്രത്തോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. പക്ഷേ കൊച്ചിയും കോഴിക്കോടിനും പ്രാധാന്യം. രാഹുൽ ഗാന്ധി ഓർ പ്രിയങ്ക ഗാന്ധി? അതും പറയും. 2 എന്ന് പറയരുത്, ഒരാളെ പറയൂ. ചല്ല ചോദ്യം അല്ലേ? എന്ത് ചോദ്യമാണ് അതല്ലേ ഇപ്പൊ സാർ ഉദ്ദേശിക്കുന്നത്? രണ്ടുപേരും. VS ഓർ OC? ഉമ്മൻചാണ്ടി സാർ. സ്വാഭാവികമായിട്ടും അത്രേ ഉള്ളൂ. ഇൻസ്റ്റ ഓർ FB ഓർ യൂട്യൂബ്? FB. ട്രഡീഷണൽ ഓർ വെസ്റ്റേൺ? ട്രഡീഷണൽ. പണം ഓർ സൗഹൃദം? പറയാൻ കൊള്ളാല്ലേ, പണം ഓർ സൗഹൃദം പറയാൻ. സൗഹൃദം
അത് പലരും അങ്ങനെയാ ഇവിടെ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ പലരും നമ്മുടെ എതിർ സീറ്റിലിരുന്നവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത് സൗഹൃദം എന്ന് പറയാൻ കൊള്ളാം, പണമാ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നൈറ്റ് ലൈഫ് ഓർ ഡേ ലൈഫ്? ഇതിപ്പോ രണ്ടും ഒന്നായതുകൊണ്ട് വ്യത്യാസമില്ല. ഉറക്കമില്ല അല്ലേ? ഉറക്കമില്ല. സാറിനും അതുപോലെ തന്നെ ഉറക്കമില്ലാത്ത ആളായിരുന്നു എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സാറ്. WCC ഓർ അമ്മ? രണ്ടുമില്ല. രണ്ടും വലിയ താല്പര്യമില്ല. സിനിമ ഓർ സീരിയൽ? ലാസ്റ്റത്തെയാ. സിനിമയോട് തന്നെയാണ് താല്പര്യം. അപ്പോൾ ഏകദേശം നമ്മൾ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ ഇനി ഒറ്റ ചോദ്യം കൂടെ ഉണ്ട് എനിക്ക്. അവസാനം ഒരു ചോദ്യമുണ്ട്. അവസാനം ഒറ്റ ചോദ്യം കൂടി കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുക. എന്താ ചോദ്യം? എന്നാണ് വിവാഹം? എപ്പോൾ ഞങ്ങൾക്കൊരു ബിരിയാണി തരും? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ബിരിയാണിയോ? ആ, എന്തിനാ? എന്നൊരു ബിരിയാണി കഴിക്കാൻ പറ്റും സാറിന്റെ പേരിൽ? അതാണ് എനിക്കറിയേണ്ടത്. ഈ മരണത്തിനൊക്കെ ബിരിയാണി? മരണമല്ലല്ലോ, ഇത് വിവാഹത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. വിവാഹം എന്നാണ് അത്? എല്ലാവരുടെയും ഒരു ചോദ്യം. അത് ഇതിനെന്തെങ്കിലും ഉത്തരം പറയണം. അങ്ങനെ ചോദ്യമുണ്ടോ? വിവാഹിതനാണോ? ഞാൻ വിവാഹിതല്ല. എന്താ? എനിക്ക് കൊച്ചല്ല. എന്നാ വിവാഹം? ഉടനെ ഉണ്ടാവും. ഒരു 2 വർഷം 3 വർഷം അങ്ങനെയും സാറെന്ന് പറയാം. 2 വർഷം 3 വർഷം? 2 വർഷം 3 വർഷം. ഒരു 29 28. കൊച്ചാന്ന് ആര് പറഞ്ഞു? ഞാൻ കൊച്ചാ, 25 വയസ്സല്ലേ ഉള്ളൂ പയ്യൻ. അതുകൊണ്ട് ആ പ്രായത്തിൽ കിട്ടാൻ പാടില്ലെന്നുണ്ട്? കിട്ടുന്നവരുണ്ട് എങ്കിൽ പോലും. സമയമാകുമ്പോൾ ഞാൻ പറയാം. സമയം ആകാത്തത് എന്താ? ഇനി സമയം ആകണോ? അത് എന്റെ ഇഷ്ടമല്ല. ഉടനെ ഉണ്ടാവും. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും പറയല വിട്ട്. എങ്കിൽ പോലും എന്താ ഒരു എന്തെങ്കിലും ഒരു സിമ്പിളെങ്കിലും എന്താ ഞങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹം. ഞാൻ ആരാധകനാ സാറിന്റെ, അത് എനിക്ക് അറിയാനുള്ള ആഗ്രഹം. എന്ത് സിമ്പിളാ വേണ്ടേ? എന്തെങ്കിലും ഉടനുണ്ടാവും ഒന്നും പറയുന്നില്ല. നോക്കാൻ വേണ്ടി ഉണ്ടായാലും ഉണ്ടായി. അതെ. അപ്പം എന്താണെങ്കിലും എന്താ പറയുക, ഇപ്പം നിലവിൽ ഉള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും യുവ നേതാക്കൾ പ്രത്യേകിച്ച് ഒരു ചോദ്യം കൂടി ഞാൻ വിട്ടുപോയി. സാറും എതിർ പാർട്ടിയിലെ യുവ നേതാക്കളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേതാവാരാ? അങ്ങനെ ഒത്തിരി നല്ല നേതാക്കന്മാർ. എങ്കിൽ പോലും ഒരാളെ എടുത്തു പറയാൻ ഇയാൾ നമ്മുടെ പാർട്ടിയിലേക്ക് വന്നാൽ ഒരു അസറ്റ് ആയിരിക്കും എന്ന് തോന്നിയിട്ടുള്ള? സ്വരാജ് കുഴപ്പമില്ല. എല്ലാവരും ഈ ഉത്തരവാ. അതിൻ്റെ ഒറ്റ വാക്കിലെ എല്ലാവരും ഇത് തന്നെ അപ്പു സാറും പറഞ്ഞത്, സ്വരാജ് വന്നാൽ കൊള്ളായിരിക്കും. ഇങ്ങനെ എല്ലാവർക്കും പൊതുവെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ എല്ലാവർക്കും? ഞാനിപ്പോ നിങ്ങളുടെ ഒപ്പം ഞാൻ കേൾക്കുന്നത്, ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അല്ല, എല്ലാവരും ഇതിങ്ങനെ പറഞ്ഞ. അപ്പു സാറും ഇത് തന്നെയാണ് പറഞ്ഞത്, സ്വരാജ് എന്നുള്ള പേരാ പറഞ്ഞത്. കാരണം എല്ലാവർക്കും സ്വരാജിനെ ഒരു വലിയ ഇഷ്ടമാണ്. എന്തോ ആയിക്കോട്ടെ. അപ്പം എന്താണെങ്കിലും സാറുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള രസകരമായിട്ടുള്ള എന്നാൽ രാഷ്ട്രീയ സമകാലീന സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട സമകാലീന സാഹചര്യത്തിലെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഏകദേശം സംസാരിച്ചു പോയി. സാറിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ അവതരിപ്പിച്ചുകൊണ്ട് പോയൊരു നല്ലൊരു എപ്പിസോഡായിരുന്നു ഇത്. സ്വാഭാവികമായിട്ടും ഏകദേശം 11 മണിക്കാണ്, 11:30-12 മണിയെങ്ങാണ്ട് പോയി. അതുപോലെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം അനുവദിച്ചു തന്ന് എല്ലാം നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ മറുപടി പറഞ്ഞ സാറിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന വിജയം നേട്ടം ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.